ഇന്ന് ഓൺലൈൻ തട്ടിപ്പിൻ്റെ വലിയൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിലും പല മെസ്സേജുകൾ വരാറുണ്ട്. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോൺ തരാം, 20 ലക്ഷം രൂപ ലോൺ തരാമെന്ന്. നാം ആ ഓഫർ കണ്ടിട്ട് അത് എനിക്ക് നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് വെച്ചാൽ നിയമങ്ങൾ ഒത്തിരി കാണും, നിബന്ധനകൾ ഒത്തിരി കാണും. ആ നിബന്ധനകളൊന്നും നമുക്ക് പാലിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അവസാനം നമ്മളെ തന്നെ അവർ കെണിയിൽ കൊണ്ട് വീഴ്ത്തുന്ന ഒത്തിരി ജീവിത സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒത്തിരി പേര് അങ്ങനെ ആ ഒരു ഓഫറിൻ്റെ പുറകിൽ ആഗ്രഹിച്ച് പോയിട്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ന് പല ക്രിസ്തീയ മക്കളും ഈ ഓഫറിൻ്റെ പുറകിലാണ്. എന്ന് വെച്ചാൽ വാഗ്ദത്ത വചനങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ഇന്ന് വലിയൊരു സമൂഹം ഇതിൻ്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുക. എക്സാമ്പിൾ, എല്ലാ മാസവും ആദ്യത്തെ ദിവസം ഒരു വാഗ്ദത്തം, ഓഗസ്റ്റ് മാസത്തിൻ്റെ വാഗ്ദത്തം, ഫെബ്രുവരി മാസത്തിൻ്റെ വാഗ്ദത്തം, അല്ലെങ്കിൽ ന്യൂ ഇയർ ഫസ്റ്റിലൊരു വാഗ്ദത്തം. അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആ മാസം ആ വചനം കൊണ്ട് പല കാര്യങ്ങൾ നേടിയെടുക്കുമെന്ന് സന്തോഷത്തോടെ ഓടുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ വാഗ്ദത്തത്തിൻ്റെ പുറകിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട്, ഒരു നിബന്ധനകളുണ്ട്. ഇന്ന് ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇന്ന് ഈ ഓൺലൈൻ തട്ടിപ്പ് പോലെ തന്നെ എല്ലാവരും വാഗ്ദത്തത്തെ കാണിച്ച് 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 ദൈവമക്കളെ പറ്റിച്ചു കൊണ്ടിരിക്കുക. ദൈവമക്കളെന്ന് പറഞ്ഞ നാമും ഈ ഓൺലൈൻ തട്ടിപ്പിൽ വീഴുന്ന പോലെ തന്നെ ഇതിൻ്റെ പുറകിൽ വീഴുക. വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. വാഗ്ദത്തം എവിടെ കിട്ടുന്നു, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു വാഗ്ദത്തത്തിൻ്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ എൻ്റെ യേശുപ്പച്ചൻ വാഗ്ദത്തം പറഞ്ഞ് പറ്റിക്കുന്നതല്ല. എന്നുവെച്ചാൽ ഓഫർ മാത്രം കാണിച്ച് ജനങ്ങളെ ആകർഷിക്കുന്ന കൂട്ടത്തിലല്ല ക്രിസ്തു. ദൈവം അനവധി വാഗ്ദത്തങ്ങൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവമക്കൾക്ക് വേണ്ടി. എന്നാൽ ആ വാഗ്ദത്തത്തിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ അതിലൊരു കണ്ടീഷൻ കാണും, ഒരു നിബന്ധനകൾ കാണും. നിബന്ധന ഇല്ലാതെ ഒരിക്കലും വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടില്ല. ഇന്ന് പലപ്പോഴും ആ നിബന്ധനകളെ പലരും മറച്ചു വച്ചിട്ട് വാഗ്ദത്തത്തെ പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രവർത്തനമാണ് കാണുന്നത്. ഒത്തിരി വാഗ്ദത്തം നമ്മുടെ ബൈബിളിലുണ്ടല്ലോ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ വിട്ട് മാറുകയില്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ സമ്പത്തെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ കൂടെ കാണും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നാൽ നിങ്ങൾ ഓർത്തോണം, യഥാർത്ഥ വചനത്തെ ധ്യാനിക്കുന്ന മക്കൾ ആ വാഗ്ദത്തം കിട്ടുമ്പോൾ ആ വാഗ്ദത്തം നിൻ്റെ ബൈബിളിൽ നിന്ന് എടുത്ത് നീ വായിച്ചാൽ, തൊട്ട് മുകളിലത്തെ ഭാഗം വായിച്ചാൽ അവിടെ ഒരു കണ്ടീഷൻ ഉറപ്പായിട്ട് കാണും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വാഗ്ദത്തമുണ്ടത്. എബ്രായർ 13-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിൻ്റെ തൊട്ടും ആ വാക്യം ഒന്ന് പൂർണ്ണമാക്കിയ 5-ാം വാക്യം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പം നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ എന്ന് വെച്ചാൽ കാണുന്നതൊക്കെ മോഹിക്കരുത്. അത് ബൈബിൾ പ്രകാരം തെറ്റാ, പാപമാണ്. കാണുന്നതൊക്കെ എനിക്ക് വേണം, എൻ്റേതാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ബി കണ്ടൻറ്റ്. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. എന്ന് വെച്ചാൽ ദൈവം എനിക്ക് ആവശ്യമുള്ളത് അന്നേക്ക് ദൈവം തരുമെന്നുള്ള തൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ദൈവമക്കൾക്കുള്ള വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇതാരും പറയത്തില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ആരും പറയത്തില്ല, ദ്രവ്യാഗ്രഹമില്ലാതിരിക്കാനും പറയത്തില്ല. നിങ്ങളെ ഒരു നാളും കൈവിടാത്തൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചോ എന്ന് പറയുന്ന ഒരു ടീച്ചിങ് എന്നുള്ളത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയോടെ വചനങ്ങളെ
വായിച്ച് മനസ്സിലാക്കുക. ചുമ്മാ കിട്ടുന്ന വാഗ്ദത്തങ്ങളൊക്കെ ഇന്ന് 1-ാം തീയതിയാണ്, ഇന്ന് കുറേ വാഗ്ദത്തങ്ങൾ നമുക്ക് കിട്ടും. അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ അതിൻ്റെ പുറകിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അത് വളരെ റിസ്ക്കാണ്. ഇവർ തരുന്ന ഈ പ്രോമിസ് അത് ഓഗസ്റ്റ് മാസം മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് ഏതെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ല. എന്തുകൊണ്ടത് ഫെബ്രുവരിയിൽ പ്രവർത്തിക്കത്തില്ലേ? ഇല്ലെങ്കിൽ അടുത്ത മാസം പ്രവർത്തിക്കും? ഈ മാസം മാത്രമേ ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ? അങ്ങനെ ഒന്നുമല്ല ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം ഓർത്തോണം, കണ്ടീഷൻ ഇല്ലാതെ പ്രോമിസ് ഇല്ല. ഇന്ന് ഓൺലൈൻ തട്ടിപ്പുകാർ ചെയ്യുന്ന പോലെ കണ്ടീഷൻ നമുക്ക് ആദ്യം പറയത്തില്ല, പ്രോമിസിനെയാണ് ആദ്യം കൊണ്ട് മുമ്പിൽ കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തും അതിനകത്ത് ആകർഷിച്ച് വീഴുന്ന പോലെ ഇന്നൊരു ക്രിസ്തീയ സമൂഹം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ബി കെയർഫുൾ. നാം കണ്ടീഷനെ മനസ്സിലാക്കി അതിന് എന്നെ ഞാൻ വിനയപ്പെടുത്തുമ്പോഴാണ് ആ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ പ്രയോജനമാകത്തുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.